ഹായ്, നമ്മൾ ഇന്നൊന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഞാനും ഹസ്ബൻഡും ഇങ്ങോട്ട് തന്മയുണ്ട്, കുഞ്ഞ് വാവയുണ്ട്. വാവ ഞങ്ങൾ വരുമ്പോൾ കരഞ്ഞു വരാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് ഡ്രസ്സൊന്നും മാറ്റി കൊടുത്തില്ല. നമ്മൾ വീട്ടിലിട്ട ഡ്രസ്സായിട്ട് തന്നെ വാവനെയായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ കാറിൽ പോകുന്നതാണ്. അപ്പോൾ അതാ വാവ സമ്മതിക്കാതെ നമ്മൾ ഫോണും വെച്ചിട്ട് പാട്ട് വെച്ചവരിക്കും. വാവൻ്റെ പാട്ട് തന്നെയാണ്. അപ്പം നമ്മളിങ്ങനെ പോന്നപ്പോൾ നമ്മൾ ഒന്ന് ബീച്ചിലേക്ക് പുതിയാപ്പ ബീച്ചിലേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ഇടയ്ക്കൊന്ന് പുറത്തിറങ്ങാറുണ്ട്, പക്ഷേ ഈ ബീച്ചിൽ അങ്ങനെ ഹാർബറിൻ്റെ അടുത്തൊന്നും അങ്ങനെ നമ്മൾ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഇന്ന് ഒന്ന് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിതിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അല്ല പിന്നാണെങ്കിൽ വാവ ഇങ്ങനെ ബോറടിച്ച മാതിരി ഇങ്ങനെ കരയുന്നുണ്ട്. അപ്പോൾ പിന്നെ വാവനെയായിട്ട് ഒന്ന് ഇറങ്ങിയത് അങ്ങനെ കൊണ്ടുപോകണമെന്നൊന്നും വിചാരിച്ചില്ല. പിന്നെ കരഞ്ഞപ്പോൾ ഞങ്ങൾ എടുത്തതാണ്. നമ്മളിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. പുതിയാപ്പ ഹാർബറിലേക്ക് പോകുന്ന വഴിയാണ് ഇതൊക്കെ. അങ്ങനെ നമ്മളവിടെ ഇറങ്ങി അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വാവനെയായിട്ട് ഇറങ്ങി. ഞാനും തന്മയാണ് ഇറങ്ങിയത്. നമ്മളങ്ങനെ ഇവിടെ ഒന്നും വരാറില്ല. നല്ല ദിവസവും ഓണം വിഷുവൽ ഉണ്ടാകുമ്പോൾ നമ്മളൊന്നും ഇങ്ങനെ പുറത്തേക്ക് വരിക. ഇതാണ് മെയിനായിട്ടുള്ളൊരു സംഭവം. നമ്മൾ പിന്നെ ബോട്ടൊക്കെ ഉണ്ട്. അതിൻ്റെ അടുത്തൊക്കെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് നല്ല രസമുണ്ട്. ഇങ്ങനെ ഇവിടെ ഈ കാറ്റത്ത് ഇങ്ങനെ നിൽക്കാനെല്ലാം നല്ല. നമ്മൾ കുറച്ച് സമയം വരെ ഞാനും തന്മയും കൂടെ ഇങ്ങനെ നടന്നു. ഒരുപാട് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോ ഒക്കെ എടുത്ത്. അപ്പം ഭാവി അച്ചാച്ചനും കാറിൽ തന്നെയാണ് ഉള്ളത്. പിന്നെ നമ്മളിതാ ഇവിടെ നമുക്ക് മീനൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എന്നാലും ഞാൻ വെറുതെ ഒന്ന് ഇവിടെ മീനിൻ്റെ അടുത്ത് വന്നിട്ട് റേറ്റ് വെച്ചതാണ്. അപ്പോൾ അവർ ഈ ഓരോ മീനിൻ്റെ റേറ്റൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വാങ്ങിക്കാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ വിലകളൊന്നും അറിയില്ല. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ഇത് ഒരു അടിപൊളി ഒരു മെഷീനാണിത്, ഐസ് പൊട്ടിക്കുന്ന. ഇത് ഇവർ ഐസ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ മെഷീൻ്റെ അകത്ത് ഇട്ടിട്ട് ഇത് പൊടിഞ്ഞിട്ട് ഇതിൻ്റെ മേലോട്ട് ഇങ്ങനെ വന്ന് അത് റൗണ്ട് അടിച്ചിട്ട് മറ്റേ ഈ ബോട്ടിൻ്റെ അകത്തേക്ക് ഈ ഒരു ഇതിൻ്റെ ഈ ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഈ അവർ സ്റ്റോറേജിലേക്ക് ഐസ് പോകും. ഇത് മീനെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഈ ഐസ് വെച്ചിട്ടാണ് അവർ ഐസിട്ട് വെക്കുന്നത്. ഇത് അത്ഭുതം. നമുക്ക് കണ്ടിട്ട് നമ്മളിതുവരെ ഞാനൊരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്, പക്ഷെ വീഡിയോ ഒന്നും എടുത്തില്ല. പക്ഷെ നമുക്കൊരു അത്ഭുതം തന്നെ. ഇത് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഐസ് ഇട്ടിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് വരുന്നതും അത് ബോട്ടിലേക്ക് കയറ്റുന്നതെല്ലാം. നമ്മളതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ വീണ്ടും തിരിച്ച് പോകാമെന്ന് വിചാരിച്ച് വണ്ടിയിലേക്ക് കയറിയുണ്ട്. പക്ഷെ അവിടെ നിന്ന് വരാൻ തോന്നുന്നില്ല. നല്ല രസമുണ്ട് അതൊക്കെ കാണാൻ. പിന്നെ ഇതാ നമ്മുടെ പുതിയാപ്പ ഉത്സവമെല്ലാമായി. അവിടെ നിന്ന് ഇപ്പോൾ ലൈറ്റിൻ്റെ അതൊക്കെ ഇങ്ങനെ കെട്ടാൻ വേണ്ടി ഇങ്ങനെ അവർ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ്. അതുമെല്ലാം ഒന്ന് കാണാൻ. ഇനി ലൈറ്റിൻ്റെ പരിപാടിയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അന്നേരം കാണാം. അപ്പോൾ നമ്മളിത് ഇങ്ങോട്ട് റിട്ടേൺ അടിക്കുന്നതാണ്. നമ്മളിങ്ങനെ വണ്ടിയിലിങ്ങനെ വരികയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നൊരു ബൈ.